എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ റെസിപ്പി പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഈസി ഇൻസ്റ്റൻറ്റ് ദോശയാണ്. ഇത് വളരെ പെട്ടെന്ന് തയ്യാറാക്കുന്നത് മാത്രമല്ല, വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ദോശ കൂടിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. ഇതിനാവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. റൈസ് 1/2 കപ്പ്. ഞാനിവിടെ പൊന്നി റൈസാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ദോശയ്ക്ക് ഏതാണോ ഉപയോഗിക്കുന്നത് അത് ഉപയോഗിക്കാം. പച്ചരി ആയാലും കുഴപ്പമില്ല. പിന്നെ വേണ്ടത് ചെറുപയറാണ്, അതൊരു 1/4 കപ്പ്. അരിയും ചെറുപയറും നമ്മൾ കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെക്കണം. ഒരു അരമണിക്കൂർ ഇട്ടാൽ തന്നെ അത് കുതിർന്ന് കിട്ടും. പിന്നെ വേണ്ടത് മുരിങ്ങയിലയാണ്. മുരിങ്ങയില ഒരു 1/2 കപ്പ്. ചുവന്ന മുളക് അതൊരു 3 എടുത്തു. നിങ്ങൾക്ക് എരിവിനനുസരിച്ച് ചേർക്കാം. വെള്ളത്തിൽ കുതിർത്തിയതാണ്. സവാള 1. ചെറിയുള്ളി ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം, അതായിരിക്കും കൂടുതൽ ടേസ്റ്റ്. ആവശ്യത്തിന് ഉപ്പ്, കായംപൊടി 1/2 ടീസ്പൂൺ. ഇനി നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ആദ്യം നമുക്ക് ദോശമാവ് ഉണ്ടാക്കണം. അതിന് നമ്മൾ കുതിർത്തി വെച്ചിരിക്കുന്ന അരിയും ചെറുപയറും കൂടി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് മുളക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി കൂടി ചേർത്ത് കൊടുക്കാം. ചെറിയ ഉള്ളി ചേർത്താൽ കുറച്ചുകൂടി സ്വാദുണ്ടായിരിക്കും. ഇനി അഥവാ ഈ സമയത്ത് ചേർത്തില്ലെങ്കിൽ ദോശയിൽ അരിഞ്ഞ് ചേർത്താലും മതി. ഇനി ഇതിലേക്ക് കായംപൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കണം. നമ്മളുടെ ദോശമാവ് റെഡി ആയിട്ടുണ്ട്, നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്. ഇതിന് നമ്മൾ കുറച്ച് നേരം വെക്കൊന്നും വേണ്ട, അത് ഇൻസ്റ്റൻറ്റ് ദോശയാണ്, അപ്പം തന്നെ ഉണ്ടാക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് മുരിങ്ങയില ചേർത്ത് കൊടുക്കാം. ഞാൻ 1/2 കപ്പാണ് പറഞ്ഞത്, പക്ഷേ ഇപ്പം ഞാൻ ചേർക്കുന്നത് 1/2 കപ്പില്ല. കാരണം എനിക്കിവിടെ മുരിങ്ങയില കിട്ടാറില്ല. ഇത് തന്നെ ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ട് ബാൽക്കണിയിൽ ഉണ്ടാക്കുന്നതാണ്. ചെറിയ ചെടിയാണ്, അപ്പോൾ അതിൽ 1/2 കപ്പൊന്നും കിട്ടാറില്ല. നാട്ടിലാണെങ്കിൽ ആ പ്രശ്നമില്ലല്ലോ, കാരണം എല്ലാ വീടുകളിലും ഉണ്ടാവും മുരിങ്ങ. അപ്പോൾ നമുക്ക് ഡെയിലി കഴിക്കാൻ പറ്റും. ഡെയിലി കഴിക്കുന്നത് വളരെ നല്ലതാണ്. നമ്മളുടെ ശരീരത്തിനും നമ്മളുടെ മുടി വളർച്ചയ്ക്കും സ്കിന്നിനും ഒക്കെ നല്ലതാണ് മുരിങ്ങയില. മുരിങ്ങയിലയും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം. അങ്ങനെ നമ്മളെ ദോശമാവ് റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മളെ ഇൻസ്റ്റൻറ്റ് ദോശയാണ്, അപ്പോൾ മാവ് കുറേ നേരം വെക്കേണ്ട ആവശ്യമില്ല. നമുക്ക് അപ്പം തന്നെ ഉണ്ടാക്കിയെടുക്കാം. ദോശച്ചട്ടി ചൂടായി, നമുക്ക് ദോശമാവ് ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ദോശയിൽ വെജിറ്റബിൾസ് ചേർക്കാം. അതായത് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിടാം, തക്കാളി ചെറുതായിട്ട് അരിഞ്ഞിട്ടിടാം. അതൊക്കെ സ്വാദായിരിക്കും. അതൊക്കെ ഓരോരുത്തരുടെ സ്വാദിനനുസരിച്ചാണ് ചേർക്കേണ്ടത്. ഇനി കുറച്ച് എണ്ണ ചേർത്ത് കൊടുക്കാം. ഞാൻ വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത്. ഇവിടെ തണുപ്പായതുകൊണ്ട് കുറച്ച് കട്ടിയായിട്ടുണ്ട് വെളിച്ചെണ്ണ. നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യോ മറ്റു എണ്ണകളോ ഉപയോഗിക്കാം. ഒരു സൈഡ് ആയിക്കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത സൈഡ് മറിച്ചിടാം. ദോശ റെഡി ആയിട്ടുണ്ട്. നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. അങ്ങനെ നമുക്ക് ബാക്കി ദോശകളും കൂടി ചുട്ടെടുക്കാം. ഏകദേശം ഈ ഒരു അളവിൽ 6 ദോശ മാത്രമേ കിട്ടുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, മുരിങ്ങ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇത്ര കുറച്ചുണ്ടാക്കി കാണിക്കുന്നത്. ചുവന്ന മുളകുള്ള ചട്നി ആണെങ്കിൽ കുറച്ചും കൂടി സ്വാദാണ് ഈ ദോശയുടെ കൂടെ. ചുവന്ന മുളകും സവാളയും തേങ്ങയും കൂടി അരച്ചിട്ട് കടുക് വറുത്തിടുക. നല്ലൊരു കോമ്പിനേഷനാണ് ഇതിൻ്റെ കൂടെ. അങ്ങനെ നമ്മളെ ദോശ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെടണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ വീണ്ടും പുതിയ റെസിപ്പീസായിട്ട് നമുക്ക് കാണാം. താങ്ക് യു.